യുടെ 6 പതിറ്റാണ്ട് നീണ്ട സമര കഥകളും സമര ഉള്ളകങ്ങളുമൊക്കെ എല്ലാ മലയാളികൾക്കും അറിയാം. KGOയ്ക്ക് പുതിയ ഭരണ സാരഥ്യം ആയിട്ടുണ്ട്. ആ വ്യക്തികളാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യം പ്രസിഡന്റിലേക്ക്. നിങ്ങളിപ്പോൾ UDFിൻ്റെ ഭരണം വന്നിരിക്കുന്നു. നമുക്കറിയാം 2002 ഐതിഹാസികമായ സമരമൊക്കെ ഇപ്പോഴും ജീവനക്കാർ നേരിടുന്ന പ്രതിസന്ധികൾ ധാരാളമുണ്ട്. അതിന് ഏത് തരത്തിലുള്ള നീക്കങ്ങളായിരിക്കും KGOയുടെ ഭാഗത്തു നിന്നുണ്ടാവുക? മിക്കവാറും ഈ സമ്മേളനത്തിലൊക്കെ തന്നെ നടക്കുന്ന വിഷയങ്ങൾ ഇതിലും ജീവനക്കാർ നേരിടുന്ന പ്രതിസന്ധികളും അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളും ഉയർത്തി കാട്ടുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏറെ ആശങ്കയോടെയാണ് ഈ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഭരണമാറ്റത്തെ കേരളത്തിലെ സിവിൽ സർവീസിലെ ജീവനക്കാർ കാണുന്നത്. 2001 സമാനമായി ഒരു ഗവൺമെൻറ് UDFിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിരുന്നു. ആ അധികാരത്തിൽ വന്ന ഉടനെ ആദ്യം എടുത്ത തീരുമാനം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു തീരുമാനം പെൻഷൻ സംബന്ധിച്ചെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി അത്തരത്തിലൊരു തീരുമാനമെടുത്തത് ഈ കേരള സംസ്ഥാനത്താണ്. അത് ശ്രീമാൻ AK ആൻ്റണി അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നിയുക്ത മുഖ്യമന്ത്രി ആകാനിരിക്കുന്നയാൾ AK ആൻ്റണിയെ സന്ദർശിക്കാൻ എത്തുന്ന സമയത്ത് ആദ്യം മുൻ മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണി സൂചിപ്പിക്കുന്നത് തന്നെ അക്കാലത്ത് എന്താണോ അദ്ദേഹം വായ്ത്താരി പറഞ്ഞിരുന്നത് അതേ വാചകം ആവർത്തിക്കുന്ന തരത്തിലേക്ക് മാറും. ജീവനക്കാർ പൊതുസമൂഹം മുണ്ടും മുറുക്കി കൊടുക്കുന്നതിനും കയ്പിന് കുടിക്കുന്നതിനും കഷായം കുടിക്കുന്നതിനും തയ്യാറാകണം. തന്നെയുമല്ല ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളെ ഭ്രമിപ്പിക്കുന്ന തരത്തിൽ ചില മുദ്രാവാക്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. അത് KSRTCയിലെ സൗജന്യ യാത്ര ആയിക്കോട്ടെ, 25 ലക്ഷത്തിൻ്റെ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി ആയിക്കോട്ടെ, ഇതൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് അധികാരത്തിലേറി 100-ലേറെ സീറ്റുകളുടെ അധികാരത്തിലേറുന്ന ജനം സ്വാഭാവികമായും ഇത് പ്രതീക്ഷിക്കുമെന്നുള്ളതിനെ തടയിടുന്ന തരത്തിലേക്ക് അത്ര ജനപ്രിയമായ കാര്യങ്ങളൊന്നും ഇനി ഉടനെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന സന്ദേശവും കൂടി നൽകുന്ന തരത്തിലേക്ക് മാറും. വളരെയേറെ ആശങ്കയോടുകൂടിയാണ് ഞങ്ങളിതിനെ കാണുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലയളവിലെ സിവിൽ സർവീസിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഏത് ക്യാബിനറ്റ് ഏത് ദിവസം നടക്കുന്നുവോ അത് ആ ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ സിവിൽ സർവീസിലൊരു ആഹ്ലാദ പ്രകടനം നടക്കും. കാരണം 10 വർഷക്കാലയളവ് കൊണ്ട് 3 ലക്ഷത്തിൽ പരം ജീവനക്കാർ പുതുതായി ഈ സിവിൽ സർവീസിലേക്ക് കടന്നു വന്നു. 3 ലക്ഷത്തിൽ പരം സിവിൽ സർവീസിൽ ജീവനക്കാർ കടന്നു വന്നു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ കുടുംബങ്ങളിൽ നിന്ന് 3 ലക്ഷത്തോളം സ്ഥിര വരുമാനമുള്ള ജീവനക്കാർ ഈ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് അർഹതയുടെയും സാമൂഹ്യ നീതിയുടെയും അടിസ്ഥാനത്തിൽ തൊഴിലിലേക്ക് പ്രവേശിക്കുന്നു എന്ന തരത്തിൽ കാണേണ്ടതായിട്ടുണ്ട്. ഇന്നിപ്പോൾ തന്നെ ഇവിടെ ജസ്റ്റ് സെമിനാറിന് ശേഷമാണ് നമ്മൾ ഈ സംവദിക്കുന്നത്. ആ സെമിനാറിൽ പൊതുമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ KSEB ആയിക്കോട്ടെ, വാട്ടർ അതോറിറ്റി ആയിക്കോട്ടെ, സ്പാറ്റോ ആയിക്കോട്ടെ, കോപ്പറേറ്റീവ് ആയിക്കോട്ടെ, വിവിധ മേഖലകളിലെ നേതാക്കന്മാരാണ് ഇവിടെ സംവദിക്കപ്പെട്ടത്. അവരുടെ എല്ലാം മെമ്പർഷിപ്പ് കുറയുന്നു എന്ന് പറഞ്ഞാൽ ആരും മെമ്പർഷിപ്പ് എടുക്കാനില്ല, ആ സംഘടനയോടുള്ള വിരോധമല്ലോ പറഞ്ഞത്. ജീവനക്കാരുടെ എണ്ണം കൺസിഡറബിളി ഇത് കുറയുന്ന സാഹചര്യത്തിലേക്ക് മാറും. ഇത് വളരെ ആശങ്കയോടുകൂടിയാണ് 2001-2006 കാലയളവിലെ അനുഭവം വെച്ച് ഞങ്ങൾ വളരെ ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. വകുപ്പുകൾ നിർത്തലാക്കാൻ എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയെ ശുപാർശ ചെയ്തുകൊണ്ട് 56,000 തസ്തികകൾ അധികമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് വകുപ്പുകളെ ഇല്ലാതാക്കാൻ അക്കാലയളവിൽ ശ്രമിച്ചിരുന്നത്. UDF അധികാരം നടക്കുന്നില്ല, തൊഴിൽ രഹിതരുടെ എണ്ണം കൂടുന്നു എന്നൊക്കെ ആയിരുന്നല്ലോ. എന്നിട്ട് അവർ തന്നെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധവും പ്രതികരണവും ഒക്കെ ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും ഈ സമ്മേളനം അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുന്ന അവസരമായി മാറും. കാരണം മുൻകാല അനുഭവങ്ങൾ ഞാൻ തൊട്ടു മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇനിയൊരു നിയമനം ഈ സിവിൽ സർവീസിൽ ഈ വരുന്ന സമയത്ത് ഉണ്ടാവുമോ എന്നുള്ള ആശങ്ക ജീവനക്കാർക്ക് ഇപ്പോഴേ ബോധ്യമായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ആ പ്രക്ഷോഭം ഈ ജീവനക്കാരുടെ മേഖലയിൽ നിന്ന് സമീപഭാവിയിൽ ഉയർന്നു വരുന്ന സാഹചര്യത്തിലേക്ക് മാറ്റപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വീക്ഷിക്കുന്നത്. സനോടൻ, ഇപ്പോൾ റീസെൻ്റായിട്ട് വാർത്തകളിലൊക്കെ നിറയുന്നുണ്ട്. അച്ഛൻ കാസർഗോഡാണെങ്കിൽ അമ്മ കായംകുളത്ത്, മക്കൾ വീട്ടിൽ തനിച്ചാകുന്ന അവസ്ഥ. ഇങ്ങനെ ഒരു പ്രതികാര നടപടി ജീവനക്കാരോട്, പ്രത്യേകിച്ച് സർവീസ് സംഘടനാ ജീവനക്കാരോട് ഇതിനു മുമ്പ് ഭരിച്ച 10 വർഷവും ഇടത് സർക്കാർ കാണിച്ചിരുന്നില്ല.
എന്തുകൊണ്ടാവും ഇങ്ങനൊരു പ്രതികാര നടപടി ഇടത് അനുഭാവികളായ അല്ലെങ്കിൽ സർവീസ് സംഘടനകളുടെ ജീവനക്കാരോട് UDF സർക്കാർ സ്വീകരിക്കുന്നത്? ഒരു പക്ഷേയെങ്കിൽ സർക്കാർ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ യൂണിയൻ്റെ ലെറ്റർ ഹെഡിൽ കൊടുത്ത നിർദ്ദേശങ്ങൾ വരെ അതുപോലെ പാലിക്കപ്പെടുന്ന വകുപ്പുകൾ ആശ്ചര്യം തോന്നുന്നില്ലേ? അതെ. അത് നമ്മുടെ ഈ 2016-2026 കാലഘട്ടം മാത്രമല്ല, നമ്മൾ അതിന് തൊട്ട് മുമ്പ് 2011-ലും ഇതിന് സമാനമായിട്ടുള്ള പ്രവർത്തനമാണ് വലതുപക്ഷം UDF അധികാരത്തിൽ വരുന്ന സമയത്തെല്ലാം വന്നിട്ടുള്ളത്. പക്ഷേ കേരളത്തിൽ 2006-2011 ആയിരുന്നാലും അല്ലെങ്കിൽ 2016-2021 ആയിരുന്നാലും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്ഥലം മാറ്റത്തിന് കൃത്യമായിട്ടുള്ള ഒരു നോംസ് ഉണ്ടാക്കി മാനദണ്ഡം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി. അത് ആദ്യഘട്ടത്തിൽ അത് പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിജയിച്ചിട്ടില്ല. അത് 2006-2011 സമയത്ത് എല്ലാ വകുപ്പുകളിലുമായിട്ടില്ല. പക്ഷേ ഏറ്റവും വലിയ വകുപ്പായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ അത് സ്ഥലം മാറ്റത്തിന് മാനദണ്ഡം കൊണ്ടുവരികയും അവിടെ കൃത്യമായിട്ടും ഒരാൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ എന്ന് തിരുവനന്തപുരം ജില്ലയിലേക്ക് അദ്ദേഹത്തിന് വരാൻ സാധിക്കുമെന്നുള്ള നിലയിലേക്ക് ക്യൂ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന തരത്തിലായിരുന്നു അന്ന് പാലോളി മുഹമ്മദ് കുട്ടി മന്ത്രിയായിരുന്ന സമയത്ത് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് 2011 UDF അധികാരത്തിൽ വരുന്നു, ഒരു പുതിയ ഭരണ സംവിധാന അധികാരത്തിൽ നിന്ന് അന്ന് വരെ ചെയ്തിരുന്നത് മുഴുവനും മട്ടിമറിക്കുന്ന തരത്തിലേക്ക് മാറി. ഇന്ന് നമുക്ക് 2016 അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് 2017 GOP 3/2007 എന്നുള്ള നിലയിലേക്ക് 17 എന്ന നിലയിലേക്ക് ഈ സ്ഥലം മാറ്റത്തിന് നോംസ് കൊണ്ടുവന്നു. ആ സ്ഥലം മാറ്റത്തിന് നോംസ് കൊണ്ടുവരികയും മാനദണ്ഡം കൊണ്ടുവരികയും ആ മാനദണ്ഡത്തിനനുസൃതമായിട്ടുള്ള സ്ഥലം മാറ്റം നടക്കുകയും അത് വീണ്ടും സുതാര്യമാക്കുന്നതിന് വേണ്ടി ഓൺലൈൻ ട്രാൻസ്ഫർ കൊണ്ടുവന്നു. ആ ഓൺലൈൻ ട്രാൻസ്ഫർ 2021-22 കാലഘട്ടങ്ങളിൽ വരികയും അത് എല്ലാ വകുപ്പുകളിലേക്കും വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ വരുമ്പോഴേക്കും ഞങ്ങളുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പിലുള്ള ആൾക്കാർ പോലും ഈ ഓൺലൈൻ ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ട് പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു ജില്ലയിൽ ഒരു ഓഫീസിൽ 3 വർഷം കഴിഞ്ഞാൽ പുറത്തു പോകണം എന്നുള്ള നിലയിലേക്കുള്ളത് പല സാഹചര്യത്തിലും അതും എടുക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള നോംസൊക്കെ തന്നെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു മന്ത്രിസഭ അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ ഈ സ്ഥലം മാറ്റം വന്നിട്ടുള്ളത്. സ്ഥലം മാറ്റം വരിക എന്ന് മാത്രമല്ല, സ്ഥലം മാറ്റത്തിനെതിരെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രതിഷേധം പോയി പ്രക്ഷോഭത്തിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആൾക്കാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആൾക്കാർ കോടതിയിൽ പോയി. കോടതി ഇതിനകം തന്നെ 10-14 ഉത്തരവുകൾ സ്റ്റേ ചെയ്യുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് കോടതിക്ക് തന്നെ ബോധ്യമാകുന്ന തരത്തിലേക്ക് വന്നത്. അതുമാത്രമല്ല KGOയുടെ ഒരു പ്രമേയം ഞാനിന്ന് വായിച്ചിരുന്നു. അതിനകത്തും ഈ സ്ഥലമാറ്റം വളരെ കാര്യഗൗരവത്തോടു കൂടി അവതരിപ്പിക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരത്ത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളൊരു ജീവനക്കാരൻ, അത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. അദ്ദേഹത്തെ കാസർഗോഡേക്ക് മാറ്റും. തിരുവനന്തപുരത്ത് ജോലി ചെയ്ത് ഈ ഫിസിക്കലി ചലഞ്ചറായ ഒരു വ്യക്തി ഒരു ഗസറ്റഡ് രംഗത്ത് ഒരു ഓഫീസിൽ ജോലി ചെയ്ത് കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുന്നിടത്തു നിന്ന് അദ്ദേഹത്തെ കാസർഗോട്ടേക്ക് വെക്കുന്നു. എന്നിട്ട് തിരികെ വെക്കുന്നതും കാസർഗോഡ് ജോലി ചെയ്ത് കാസർഗോഡ് താമസിക്കുന്ന ഒരു ജീവനക്കാരനെ ഇത് ആരുടെ എന്ത് താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുക? മാത്രമല്ല, രണ്ടാമത്തത് ഒരു പട്ടികവർഗ ഡയറക്ടറേറ്റിൽ സ്വാഭാവികമായിട്ടും ഒരു ഭരണമാറ്റത്തിനനുസൃതമായിട്ട് ഒരു സ്ഥലം മാറ്റം ചിലപ്പോൾ ഭരണ സൗകര്യാർത്ഥം ചിലപ്പോൾ മാറ്റിക്കോട്ടെ. പക്ഷേ തിരുവനന്തപുരത്തിരിക്കുന്ന ആളെ മറ്റൊരു ഓഫീസിൽ നിന്ന് ഇങ്ങോട്ടെടുക്കും. പക്ഷേ ഇതൊന്നുമല്ല. വയനാട് ജില്ലയിൽ സ്ഥിരതാമസക്കാരനായിട്ടുള്ള വയനാട് ജില്ലയിൽ ജോലി ചെയ്യുന്ന ആളെ പുനലൂർ പോസ്റ്റ് ചെയ്യുന്നു. തിരുവനന്തപുരം ജോലി ചെയ്യുന്ന കൊല്ലം ജില്ലക്കാരനായിട്ടുള്ള ആളെ വയനാട് വയ്ക്കുന്നു. എന്നതിന് ശേഷം പുനലൂരുള്ള ആളെ ഇവിടെ വയ്ക്കുന്നു. ഇനി അങ്ങനെ ഭരണ സൗകര്യാർത്ഥമാണ് എങ്കിൽ തിരുവനന്തപുരത്തിരിക്കുന്ന ആളെ കൊല്ലത്ത് വയ്ക്കുകയും കൊല്ലത്തുള്ള ആളെ തിരുവനന്തപുരത്ത് വെച്ചാൽ മതിയല്ലോ. ഇത് പരമാവധി ദ്രോഹിക്കുന്നതിലൂടെ ഈ സ്ഥലമാറ്റ മാനദണ്ഡം അട്ടിമറിക്കപ്പെടുമ്പോൾ ആൾക്കാർ ബുദ്ധിമുട്ടുമ്പോഴേക്കും അവിടെ നഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്ന സർവീസ് ഡെലിവറിയെ ഇല്ലാതാക്കുക എന്നുള്ളതും ഈ സിവിൽ സർവീസിനെ പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇതുവരെയുള്ള ഈ ചുരുങ്ങിയ സമയം കൊണ്ടുള്ള ഒരു അനുഭവം എന്നുള്ള നിലയ്ക്കാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി. താങ്ക് യു. നേതാക്കൾ പറഞ്ഞത് പ്രേക്ഷകർക്ക് വ്യക്തമായി കാണും. ജീവനക്കാരെ പ്രതികൂലമായി ബാധിക്കുന്ന കുറേ കാടൻ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുക. ഇതിപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ, കാസർഗോഡുള്ള ആളിനെ തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്തുള്ള ആളിനെ കാസർഗോഡേക്കും മാറ്റി നിയമിക്കുക. ഇതിലൂടെ വലയുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മലർപ്പൊടിക്കാരൻ്റെ കൺകെട്ട് വിദ്യയൊക്കെ കാണിച്ച് ഈ പൂക്കി ചിരിയും ചിരിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട കാര്യം, വലയുന്നത് പൊതുജനമാണ്. നിങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച പൊതുജനമാണ് സർവീസ് ലഭിക്കാതെ വലയാൻ പോകുന്നത്.